എടി അവള് നിന്റെ അടുത്ത് എന്തൊരു സ്നേഹമാടി. ലക്ഷം 10 ലക്ഷം കോടി 10 കോടി തന്നടി. എനിക്കൊരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. എങ്ങനെയുണ്ട് അത്? എടാ ഇതേത് വണ്ടിയാ? നിങ്ങള് ഇതാര വണ്ടിയാ? എന്റെ പാൺപ്രിയ. ഈ ബാക്കിലുള്ള ഇത് ബാക്കിലുള്ള വണ്ടി ഓടിക്കാൻ പറ്റുമോ? എന്ത് ചോദിക്കാൻ പാടി വേണേ ചോദിക്കണേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോ ഞാൻ ചോദിക്കാൻ ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചന്ദ്രൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ കോഹ്ലിയുടെ സ്ഥാനം രാജിവെച്ച് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി. ഏത് ബെല്ലാരി ഡിസ്പാൻഡിലായിട്ട് ഒരാഴ്ച കഴിഞ്ഞേ കേട്ടാ? എന്തോ ആയിക്കോട്ടെ, ഇറങ്ങിയോ? ചന്ദ്രൻ പറഞ്ഞത് ഇനി എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചന്ദ്രൻ ഇടപെടാം. അപ്പൊ അവൻ എന്നെ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇടപെടുന്നത്. ശരിയാ, ഇനി എന്തായാലും ഞാൻ ആരെങ്കിലും പറയാൻ എനിക്ക് ഇടപെടാം കേട്ടാ. ഇടപെടാം, ചോദിക്കാൻ അവന്റെ അടുത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ അതിലൊരു ഇത് ന്യായം വേണം. ഇതിലൊരു എനിക്ക് ന്യായമായിട്ട് തോന്നിയില്ല. ചെറിയ ചീളി കേസിനൊക്കെ പോയിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആരാ നിന്റെ ഫോണാ? അങ്ങനെ ചന്ദ്രനെ കൊണ്ടു നടക്കണം. ഫോൺ എടുത്ത് നോക്ക്. നോക്കട്ടെ, ഇതെന്റെ ഫോണല്ലേ? ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് എടീ ഇത് ഞാനല്ലേ ഡിപിയില്? ഒരു വർഷമായിട്ട് ഞാൻ ഇതാ ഇട്ടേക്കണം. ഒരു വർഷമായിട്ട്. ശരിക്കും? ഇതിന്റെ പാസ്വേഡ് എത്ര? തിരിച്ചിട്. പാസ്വേഡ് ഫോർഗോട്ട് പാസ്വേഡ് ഇപ്പൊ ഞങ്ങൾ തൊലച്ചളയുന്നേ. ഇപ്പൊ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ പറയടി. എനിക്ക് ഓർമ്മയില്ല, എന്റെ കണ്ണ് വെച്ച് തുറക്കുന്നയാ. അല്ല ഇത് ഒരു ഫോണ് നമ്മള് ആദ്യം തുറക്കുമ്പോ പാസ്വേഡ് അടിച്ച് തുറക്കാൻ പറ്റത്തുള്ളൂ. എനിക്കിത് അറിയാൻ പറ്റുമെന്ന് നിനക്ക് അറിയാലോ. എനിക്ക് പറയണെങ്കിൽ നല്ലത്. കുഴപ്പമില്ല, ഞാൻ ഹാക്ക് ചെയ്തോളാം. ഞാൻ ഹാക്ക് ചെയ്തട്ടെ. 22255 അല്ലേ? ഫുള്ള് രണ്ടാണെന്നാണല്ലോ എന്റെ മനസ്സ് പറയുന്നത്. എല്ലാ വണ്ടിക്കും ഒരേ 45 കിട്ടിയേ. 45 60 60 60 എടി ചുമ്മാ 1 2 3 4 5 6 എടി പറഞ്ഞ മരിക്ക് പറഞ്ഞ എന്നാ പേടിക്കുന്നില്ല. നീ പാസ്വേഡ് പറ. പാസ്വേഡ് ഓർമ്മയില്ല. അപ്പൊ ചന്ദ്രന്റെ ഫോൺ മേടിച്ച് ചന്ദ്രൻ 1111 നോക്ക്. 1111 എടി തുറന്നടി. ശശി കോക്ക് ഹാപ്പി ന്യൂ ഇയർ കഴിച്ചിട്ടുണ്ടല്ലേ? അമ്മ പുള്ള നോക്കട്ടെ, എനിക്ക് അതാണ് നോക്കണ്ടേ. அம்மா இவங்கெல்லாம் என்னோட ஃப்ரெண்ட்ஸ்மா. நீ இல்லாடா அவங்க கூட போய் காஃபிலாம் குடிச்சேன். நீ தான் வரவே இல்லை. உன்னதான் ரொம்ப மிஸ் பண்ணேன். சீக்கிரம் ஊருக்கு வெக்கேஷன் போயிட்டு சீக்கிரம் ஊருக்கு வா. എടി അവള് നിന്റെ അടുത്ത് എന്തൊരു സ്നേഹമാടി.
എനിക്ക് ഈ നായിന്റെ ഒരു മെസ്സേജ് പോയിട്ടേ ഒരു ഇമോജി പോലും അയച്ചിട്ടില്ല. മിസ്സിംഗ് ഫസ്റ്റ് ഡേ, മിസ്സിംഗ് സെക്കൻഡ് ഡേ, മിസ്സിംഗ് തേർഡ് ഡേ. അമ്മ മിസ്സിംഗ് തേർഡ് ഉണ്ടോ? ഓ സിക്സ്താ ഉള്ളേ. ഓക്കേ ഓക്കേ. ഞാൻ അങ്ങനെ അവനെ നോക്കുന്ന പൊന്നുപോലെ. എടി മഞ്ഞപത്രത്തിലെ അയാമേ ലെസ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാ? എന്നാ നീ കുറച്ച് കാശ് തരണ്ട്, കുറച്ച് കാശ് തരണ്ട് എനിക്ക്. അയ്യോ ഇതാ ലെക്സിന്റെ പിയോ ഇല്ലല്ലേ? എന്നാ അല്ല ലെക്സ് എന്തിനത് വിഷയം? എടി ഇല്ലല്ലേ ഇല്ലടി കുറച്ച് കാശ് പിള്ളേച്ചിന്റെ കഴപ്പ് ചില്ലറ. ഇല്ല 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 എത്ര രൂപ നോക്കട്ടെ ബാങ്കില്. വാട്ട് വാട്ട്? ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി? ഇത് എന്റെ കാശല്ലേ? ഓ അതാ ഞാൻ പറയാൻ വന്നത്. എടി നിന്റെ ഫോണിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നത്. ലിങ്ക് ചെയ്തിട്ടുണ്ടോ അടി? എന്റെ പൊന്നെ ഫോൺ എടുത്തെന്നും പറഞ്ഞ് കാശ് അയക്കാൻ പറ്റത്തില്ല. അല്ല കാശ് അറിയാൻ പറ്റുമല്ലോ. ഇല്ല പറ്റത്തില്ല. എന്നാ പിന്നെ എല്ലാവർക്കും ഫോൺ വാങ്ങിച്ചങ്ങ് പൈസ അയച്ചാ പോരെ. പിന്നെ നമ്മള് കഷ്ടപ്പെട്ട് പെട്രോളും അടിച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വല്ലവന്മാർക്ക് കൊണ്ട് ചുമ്മാ കൊടുക്കാനാ? അങ്ങനെ കൊറേ എണ്ണം ഉണ്ട്. എന്താടി എന്താ? ഞാൻ അടുത്ത് പറയുന്നില്ല. ഞാൻ ബാക്കി നേരത്തെ എടുത്തന്നെ കണ്ടില്ലേ. ഒരു സെക്കൻഡ് ഞാനൊരു സ്റ്റോറി ഇട്ടെ. ഇടല്ലേ. അത്യാവശ്യമായിട്ട് എനിക്ക് കോൾ ചെയ്യാനുണ്ട്. കോൾ തന്നെ ഇപ്പൊ തരാം, ഫോണ് തരാം. എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. തന്നടി വണ്ടിക്കത്തുണ്ട്. ഇല്ല ആണോ? അയ്യോ അവിടെ നിന്നാണോ മരിച്ചത്? ഹലോ ഇവിടെ അഫ്ഗാണ് എല്ലാരും. എടി ഞാൻ കത്തിയാട്ടാ. എടി ഞാൻ പോയിട്ട് വരും പൂർവാധികം ശക്തിയുമായി. TV പാർട്ട് ഓഫ് TV പറ. ഇവിടെ എന്ത് സംസാരമായത്? എന്താ ഇപ്പൊ ആർക്കാ എന്താ അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞാ മതിയോ? പലയാടി മോൻ വന്നാ പലയാടി മോൻ. ഇങ്ങോട്ടാ. நீ அப்பாத கூப்பிட்டு யார என்ன? இல்லப்பா நீ தானப்பா இந்த மாதிரி கோட்டஸ் போட்டுப்பீங்க. எங்க அப்பா அபிநயிக்கலே அங்க அபிநயிக்கலே. ஏய்ப்பா அப்பா அம்மாவை பாட்டியாப்பா? அம்மாவை தான் தெரியுதுங்க. சுனியோட டிவியோட வீடியோலாம் சிட்டி உள்ள வந்துட்டேன் அப்படி. இப்பதான் அம்மாக்கு விசா கிடைச்சதுன்னு சொன்னாங்க. அது ஊருக்கு போயிட்டு வந்து. அலிலே எവിടെ? தெரியலையேப்பா எங்க இருக்காங்கன்னு தெரியலையே. போன் அடிச்சு
எங்கேஜா இருக்கு ആ அம்மா கூப்பிடுப்பா ஏன்பா இப்படி என்ன ஏமாத்துறீங்க அம்மாவை தேட விட்டு എടാ, അലീന പറഞ്ഞ കേട്ടാ ബ്രേക്ക് ദ വിത്ത് ചന്ദ്രൻ എന്ന് என்னப்பா சொல்ற യെല്ലോ ചാറ്റ് നോക്ക്. ஏன்பா என்னப்பா ஆச்சு ഞാൻ എന്ത് ചെയ്യാനാ, என்னப்பா நீ பண்ண என்னப்பா பண்ண എനിക്കറിയില്ല. அப்பா அதுக்கு நீ ஏதோ இங்கிலீஷ்ல போட்டு கதையினது ഏ பாச்சி அப்பு ആ ആലീസ് അല്ലേ? அப்பா அப்படி அப்பா அது செய்யாதப்பா அப்படி பண்ணாதப்பா அப்பா என்னன்னு பேசலாம்ப்பா இப்படி பண்ணாதீங்கப்பா ப்ளீஸ்ப்பா மனசு வலிக்குதுப்பா உங்க ரெண்டு பேருக்காக தான்ப்பா உயிர் வாழ்றேன் ഇങ്ങൊന്ന് നീ ആദ്യം സിറ്റിയിൽ വന്ന് എന്നെ ഊമ്പിച്ച്, ഒന്നാമത്. രണ്ടാമത് നീ എൻ്റെ പുള്ളയായി, ഞാൻ സഹിച്ച്. മൂന്നാമത് നീ നാട്ടുകാരെടുത്ത് നിന്റെ പേരും നോക്കിയപ്പോൾ നീ എൻ്റെ പേരും പറയാൻ തുടങ്ങി, അലീനയുടെ പേര് ചേർത്ത്, അതും ഞാൻ സഹിച്ച്. പക്ഷെ അഞ്ചാമത്ത് നീ എല്ലാ പെമ്പിള്ളേരുടെ സിറ്റിയില് സ്പോണായി വരണ പെമ്പിള്ളേരെ ഫ്രണ്ടിൽ പോയി നിന്ന് നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റൂല. സിറ്റിയിലെ ഇന്നലെ വന്ന പെണ്ണാണ് ആലീസ്, അവളടുത്ത് നീ സംസാരിച്ചേക്കണ് പോയല്ലേ? എന്റെ അടുത്ത് ആരെന്നെ കണ്ടാലും ഇല്ല ഒരു കാര്യം സംസാരിക്കാതെ, ഒരു പ്രശ്നമില്ല. ആര് ചോദിച്ചാലും എന്നെ ഏത് പെണ്ണിനെ കണ്ട ഞാൻ പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നൊരു സിറ്റിയാണ്, മനസ്സിലായടാ തെണ്ടി നിനക്ക്? എടാ ഞാൻ പൂണ്ട് അഭിനയിക്കല്ലേ എന്റെ ഫ്രണ്ട്, ഇന്ന് അടിച്ച് കറക്കും ഞാൻ ഞാൻ പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്ന സിറ്റി വന്ന് എന്നെ നീ നശിപ്പിച്ച് എന്റെ എല്ലാ ഫ്രീഡത്തിനെ. പിന്നെ എപ്പടി നീ എല്ലാവരുടെയും പോയിട്ടെ നിന്റെ പേരെന്തെന്ന് വെക്കുമ്പോഴത്തേക്ക് എൻ പേര് സൂര്യ, അത് പോതും. ഇതെന്നാ എൻ പേര് സൂര്യ, അപ്പ പേര് ചന്ദ്രബോസ്, അമ്മ പേര് അലീനമ്മ, പെരിയമ്മ പേര് എലി, പെരിയപ്പൻ പേര് വാസു. എടാ നീ എന്തിനാ ഇതൊക്കെ പറയണ എല്ലാരടുത്തും? എടാ എനിക്കില്ലടാ ആഗ്രഹങ്ങള്. ഞാൻ സിറ്റിയില് ഞാൻ ഒന്ന് കല്യാണം കഴിക്കണതിന് മുന്നേ ഞാൻ കുറച്ച് അലമ്പി നടന്നോട്ടെ ഒന്ന്. എനിക്കൊരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ, ആരും എന്റെ അടുത്ത് വരുന്നില്ല. പണ്ട് ഞാൻ ചിക്ക് മാഗ്നറ്റ് ആയിരുന്നു, ചിക്ക് മാഗ്നറ്റ്. ഞാൻ വന്നു കഴിഞ്ഞാൽ പെമ്പിള്ളേരൊക്കെ എന്റെ 4 സൈഡിൽ ഇങ്ങനെ വരും. ഞാൻ സിറ്റി വരുമ്പോ തന്നെ എന്നെ വരവേൽക്കാൻ വേണ്ടിട്ട് ചിഞ്ചു ടിൻറ്റു അങ്ങ് കൊറേ പെമ്പിള്ളേരുണ്ടായിരുന്നു, പേരൊക്കെ മറന്നു. പ്രശ്നം അടിച്ച് പണ്ടത്തെ പോലെ ഞാൻ സെന്റിലൊന്നും വീഴില്ല കേട്ടാ. അല്ല സെന്റിൽ പണ്ടത്തെ പോലെ സെന്റിൽ നിന്നും വീഴൂല. ശരി ശരിയാ. കോള് പോയി ഇവിടുന്ന് കോള് പോയി. ഒറ്റക്കല്ല വേറൊരു പെൺകൊച്ചുണ്ടെന്ന് പറഞ്ഞ.
ലോല വണ്ടി തരാ ഇപ്പൊ. ചെറുക്കൻ കരഞ്ഞോണ്ടിരിക്കുവാ. ചന്ദ്ര ഹലോ. കേറ് 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 വണ്ടി കേറ് വണ്ടി കേറ് വണ്ടി കേറ്. എടാ കേറ് കേറ്. കണ്ടാ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്വന്തം കൊച്ചിനെ കളഞ്ഞ് സ്വന്തം പെണ്ണിന് വേണ്ടി എന്തൊക്കെയാണ് നടക്കണേ. എടാ ഞാൻ ഓടാ കൊലയടി മോനെ. പരാതം പറയുന്നു. നീയൊക്കെ പറയുന്ന പോലെ ചാറ്റിൽ പകുതിയുള്ള വില്ലി എന്ന് പറയുന്ന പേര് വിളിച്ച് ടി വി വില്ലിയുടെ അടുത്ത് അപ്പോൾ തന്നെ ഇതൊക്കെ എന്താണ് നടക്കണേ? ഹലോ അലീന എവിടെ ഉണ്ട്? ഹലോ അലീന അലീന എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? എല്ലാ പേജ് നോക്കൂ. എല്ലാ പേജ് ആ ഇതെങ്ങനെ? കള്ളപ്പേരിട്ട് നാണമില്ലാത്തവളെ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അത്? എന്റെ അടുത്ത് കളിക്കല്ലേ. നീ എവിടെ? മുതുക്ക് മുതുക്ക്. നീ മുതുക്കാണെന്നറിയാം. നീ എവിടെ നിന്നാ ചോദിച്ചത്? മുതുക്കില്. ആ അങ്ങനെ അങ്ങനെ മുതുക്ക് മുതുക്കില്. ഓ വണ്ടിക്കത്തിൽ വേണ്ടൊക്കെ ഇരിക്കല്ലേ. ആരടിച്ചു വന്നേ? ഏറ്റിറക്കി ആരെങ്കിലും ഇല്ല. എവിടെ? ഡബിൾ സെൽ. ഓക്കേ. അലീന ആ ഉണ്ടല്ലോ. ചന്ദ്ര ഞാന് വാ 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 വാ. അവനോട് ഒരുത്തൻ ഡിലീറ്റ് ആയി പോയാട്ടാ സൈഡിൽ കൂടി. ഒരുത്തൻ ഡിലീറ്റ് ആയതുണ്ടല്ലേ. അമ്മ വിളിച്ചത് ചാടി വന്ന കണ്ടില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അത്. അയ്യോ ചക്കടു. ഞാൻ കേട്ടില്ല. அம்மா நான் பேச உனக்கு கால் பண்ணே உனக்கு மெசேஜ் பண்ண எதுக்குமே ரிப்ளை இல்லம்மா. സത്ത് കിടന്നിട്ട് എന്റെ മാമാ കിட்ட കേട്ടു. அம்மா அப்பா ஏதோ பேசிட்டாருமா என்ன. അപ്പ അല്ലെങ്കിൽ പേസുവല്ലോടാ. നീ വണ്ടി കേറ്. വണ്ടി ആ വണ്ടി കയറി വണ്ടി സംസാരിക്കാം. അതായിരിക്കും നല്ലത്. പുതിയ വണ്ടി പുതിയ കാര്യങ്ങൾ. അല്ല എനിക്ക് 2025 പകുതി തൊട്ട് ഇവ എന്നെ നശിപ്പിച്ചേ അലീന. 2026 എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുണ്ടല്ലോ സിറ്റിയിലെ എനിക്ക് ഒരു ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എന്തെങ്കിലും ഇപ്പൊ പറയുന്നുണ്ട്. ഞാൻ ഒരു കോൾ എടുത്തോട്ടെ. എന്താ പരിപാടി? അമ്മ മെസ്സേജ് അയച്ച കണ്ടോ? കണ്ടിയാന്ന്. നീ കണ്ടിയാന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നീ വേറെ അടുത്ത് പോയില്ലല്ലോ. അതുകൊണ്ട് വേറെ ആരുടെയും കൂടെ പോയില്ലല്ലോ. അതുകൊണ്ട് അതന്നെ വലിയ കാര്യം.
ഡെയിലി ഓരോ ഫോട്ടോ ഞാൻ ഇവളുടെ കൂടെ എന്നിട്ടാണ് മിസ് ചെയ്തെന്ന്